സാറേ, ബംഗ്ലാദേശിലെ പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൽ പുതിയ ചില ഡെവലപ്മെൻറ്റ് വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് സാറിൻ്റെ വിശദാംശങ്ങൾ? അതായത് ബംഗ്ലാദേശിൽ ഇനിയിപ്പോൾ ഈ നമ്മൾ ഇന്ത്യ കാണുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ മുഹമ്മദ് യൂനിസ് ഒരുപാട് കാലം ഇനി അവിടെ ഉണ്ടാവില്ല, ചീഫ് അഡ്വൈസർ. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ. തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ എന്ന് അവിടുത്തെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പറയുന്നുണ്ട്. അവർ പ്രക്ഷോഭവും നടത്തി. കാരണം ഈ ആദ്യം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ആയിരുന്നത്. അവർ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ പങ്കെടുത്തില്ല. അവർ വിത്ത്ഡ്രോ ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, ഇത് മുഴുവൻ ഷെയ്ഖ് ഹസീനയുടെ തട്ടിപ്പാണ് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അവർക്ക്. അപ്പോൾ ഇനി ഇപ്പം ഇന്ത്യ കാണുന്നത് എന്താ, ഇപ്പം ശ്രീലങ്കയിൽ ഭരണമാറ്റം ഉണ്ടായി. കുറച്ച് ഈ മാവോയിസ്റ്റ് ലെനിനിസ്റ്റ് സ്വഭാവമൊക്കെ ഉള്ള അനുര ദിസനായികയാണ് വന്നിരിക്കുന്നത്. അത് മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ അതിൻ്റെ കൂടെ ചേർന്നങ്ങ്, വേറെ ഇന്ത്യക്ക് കുഴപ്പമില്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർന്ന് പോവുക എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഈ വലിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കിയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കടിച്ചു തൂങ്ങാനാണ് മുഹമ്മദ് യൂനിസ് ശ്രമിക്കുന്നത്. 85 വയസ്സായല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പിച്ചുമ്പേയും പറയാനൊക്കെ സാധ്യത കൂടുതലാണ്. അയാളെന്തായാലും അവർക്കും മടുക്കും. പരം 2 പിള്ളേരോടെ ഉപദേഷ്ടാക്കളിലുണ്ടല്ലോ. വിദ്യാർത്ഥികളെ വേറെ ആളുകൾ ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ അട്ടിമറിച്ചതാണ്. ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആ സഖ്യത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ലണ്ടനിലുള്ള താരിഖ് സിയ, അതായത് ഖലീദ സിയ പ്രധാനമന്ത്രിയായിരുന്നല്ലോ, ഖലീദ സിയെ പിടിച്ച് ഷെയ്ഖ് ഹസീനെ തടവിലിടുകയും ചെയ്തു, കുറെ കേസുകളും ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഖലീദ സിയ, അതായത് മുമ്പ് സിയാവുർ റഹ്മാൻ അവിടെ പ്രസിഡന്റ് ആയിരുന്നു. സിയാവുർ റഹ്മാന്റെ ഭാര്യയാണ് ഖലീദ സിയ. സിയാവുർ റഹ്മാന്റെയും ഖലീദ സിയയുടെയും മകൻ താരിഖ് സിയ, അയാളിപ്പോൾ ലണ്ടനിലാണുള്ളത്. ഇവിടെ പിടിച്ച് ജയിലിലിടുന്നുള്ളതുകൊണ്ട് ലണ്ടനിലേക്ക് പോയി അവിടെ താമസിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ താരിഖ് സിയ ആയിരിക്കും പ്രധാനമന്ത്രി എന്നുള്ളതൊക്കെ ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ താരിഖ് സിയ വരുമ്പോൾ ഇപ്പോൾ ശ്രീലങ്കയിലെ പോലെ ഭരണം മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചേർന്ന് താരിഖ് സിയയെ ഇന്ത്യയുടെ, അയാൾ ഇന്ത്യ വിരുദ്ധനാണ്, എന്നാലും പതുക്കെ ഈ ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് മുമ്പോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇപ്പം തന്നെ മറ്റേ പാപ്പരായി നിൽക്കുകയാണ് ബംഗ്ലാദേശ്, കടം മേടിച്ചിട്ടുമൊക്കെ. ഇന്ത്യയുടെ കൂടെ നിന്നാൽ ഇന്ത്യ എപ്പോഴും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇന്ത്യ വിരുദ്ധനാണ് അയാൾ, പാക് അനുകൂലിയുമാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ. കാരണം ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ, ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവർ ഇന്ത്യയുടെ കൂടെയാണ്, ഇന്ത്യ അനുകൂലമാണ്. അപ്പോൾ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കും, സ്വാഭാവികമാണ്. അങ്ങനെ ഇപ്പോൾ ഈ താരിഖ് സിയ പാകിസ്ഥാൻ അനുകൂലമാണ്. പക്ഷെ അയാൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രതിപക്ഷത്തായിരുന്നപ്പോഴത്തെ നിലപാടെടുക്കാൻ പറ്റില്ല. പല കാര്യങ്ങളിലും ഇന്ത്യയുടെ സഹായമൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഇപ്പോൾ ശ്രീലങ്കയിലെ പ്രസിഡന്റിന്റെ കാര്യമൊക്കെ പറയുന്നത് പോലെ, ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയുടെയും ഒക്കെ കാര്യം പറയുന്നത് പോലെ, പ്രസിഡന്റിൻ്റെയും ശ്രീലങ്കയുടെ മാറിയ ഭരണത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ, ഈ നമ്മളുടെ കൂടെ ഈ താരിഖ് സിയ വന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വിദേശകാര്യ വകുപ്പൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശ് അപ്പോഴേക്കും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണല്ലോ അപ്പോഴും
കുഴപ്പമായിട്ട് വരിക. അതെ. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലിരിക്കുന്നു. ഇന്ത്യയിലിരിക്കുമ്പോൾ എപ്പോഴും ഷെയ്ഖ് ഹസീനയെ നിങ്ങൾ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് പ്രശ്നമായിരിക്കും അത്. നമ്മൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീന ഇപ്പോൾ UAE-യുമായും പല അറബ് രാജ്യങ്ങളുമായിട്ടും സംസാരിക്കുന്നുണ്ട്. അത് ഇന്ത്യ തന്നെ ഇടപെട്ടിട്ടായിരിക്കും. കാരണം അങ്ങോട്ട് അഭയം തേടി പോവുക മിഡിൽ ഈസ്റ്റിലേക്ക്. ലണ്ടനിൽ അന്ന് ബംഗ്ലാദേശ് വിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ലണ്ടനിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. അഭയം കൊടുത്തില്ല. അപ്പോൾ ഇവര് മിഡിൽ ഈസ്റ്റ് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ആ പ്രശ്നമില്ലല്ലോ. ഷെയ്ഖ് ഹസീനെ ചുമക്കുന്നു എന്നുള്ള പ്രശ്നം അപ്പോൾ ഒഴിവാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് BNP ആയിട്ട് ചേർന്ന് പോകാൻ, ഈ താരിഖ് സിയയുമായിട്ട് ചേർന്ന് പോകാനായിട്ട് അപ്പോൾ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ നയതന്ത്ര റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ യൂനിസിനെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എടുക്കാൻ സ്കോപ്പും ഇല്ല. നമുക്ക് താല്പര്യമില്ല. ഹിന്ദുക്കളെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വഴിയെ പോയ വയ്യാവേലി എന്ന് പറയുന്നൊരു വേസ്റ്റാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ നയതന്ത്ര രംഗത്തൊക്കെ ഉള്ളത്. മാത്രമല്ല അയാൾ താമസിയാതെ നിഷ്കാസിതനാവും. ഒരു ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധി കൂടെ ആണല്ലോ അല്ലേ? അതെ, അയാൾ നിഷ്കാസിതനാവും. കാരണം ട്രംപ് വന്നാൽ പിന്നെ അധികകാലം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാലും ഈ അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ അതിപ്പോൾ തകർന്ന മട്ടാണ്, അവിടെ ദുർബലമാണ്. അപ്പം അതിന് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് രക്ഷപ്പെട്ട് ഭരണത്തിലെത്താനൊന്നും കഴിയില്ല. അപ്പം നേതൃത്വമില്ലായ്മയുടെ അഭാവമായിരിക്കും. നേതൃത്വമൊന്നുമില്ല അതിന്. ഷെയ്ഖ് ഹസീനയും ഇല്ല, വേറെ പിൻഗാമികളൊന്നുമില്ലല്ലോ. അതിൻ്റെ നേതാക്കളൊക്കെ പലായനം ചെയ്ത് കഴിയുകയും ചെയ്തു. അപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ വരൂ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ യൂനിസ് പോകും. അയാൾക്കാണെങ്കിൽ BNP-യുമായിട്ടോ ജമാഅത്തെ ഇസ്ലാമിയായിട്ടോ ഒന്നും വലിയ ബന്ധമില്ല. ഈ പ്രക്ഷോഭകാരികളായ പിള്ളേർ നൊബേൽ സമ്മാനം കിട്ടിയ ആളാണല്ലോ. അപ്പോൾ അയാളുടെ പേര് മറ്റേ ഹിലരി ക്ലിൻ്റൺ, ഒബാമ, ഡീപ് സ്റ്റേറ്റ് ഇവരൊക്കെ അന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അവിടെ ആകെ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരാളാണ്, അതും ബാങ്കിങ് രംഗത്തുമൊക്കെ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് എന്തായാലും കളയേണ്ടി വരും, പോവുകയും ചെയ്യും. ഇപ്പോൾ അവിടെ വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് BNP-യും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ. ആരാണ് വലിയവൻ എന്നുള്ള പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിക്കാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കാനും പ്രയാസമാണല്ലോ, ഒരു മത സംഘടന മാത്രമാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഇപ്പോൾ ചൈന അവരെയൊക്കെ 14 അംഗ സംഘത്തിനെയൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിരുന്നു. അതിനു മുമ്പും കുറേ പേരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയിരുന്നു ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കാൻ. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അതിന് നിന്ന് ജയിക്കാനൊന്നുമുള്ള സ്കോപ്പ് കാണുന്നില്ല. അപ്പോൾ അവരുടെ ഭിന്നത, അതായത് BNP-യും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ഇപ്പോഴുള്ള ഭിന്നത മുതലെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ധാക്കയിലെ ഹൈക്കമ്മീഷണർ ഉണ്ടല്ലോ ഇന്ത്യയുടെ പ്രണയ് വർമ്മ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ BNP-യെ നമ്മുടെ ഭാഗത്തേക്ക് അടുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും ഈ താരിഖ് സിയയെ ഈ പാകിസ്ഥാൻ അനുകൂല നിലപാടിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനും ഒക്കെ. മാത്രമല്ല അയാൾക്ക് ISI അവിടുത്തെ പട്ടാളത്തിൻ്റെ ചാരസംഘടന ഉണ്ടല്ലോ, ഇന്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ്, ISI-യുമായിട്ടൊക്കെ ബന്ധമുണ്ട് അയാൾക്ക്. അതിൽ നിന്നൊക്കെ ഈ വിച്ഛേദിച്ച് ഒക്കെ കൊണ്ടുവരാനായിട്ട് കുറച്ച് പണിയൊക്കെ അയാൾ അധികാരത്തിലെത്തിയിട്ട് കുറച്ച് മാസങ്ങളൊക്കെ പണിയൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും കടം ചോദിക്കാനൊക്കെ വരുമല്ലോ. പാകിസ്ഥാനിൽ നിന്ന് കടമൊന്നും കിട്ടാനില്ലല്ലോ. പാകിസ്ഥാൻ തന്നെ IMF-ന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് IMF സമ്മതിക്കുകയില്ല. അപ്പോൾ ഇന്ത്യയോടൊപ്പം നിന്നാലേ ഗുണമുള്ളൂ
എന്ന് ആ സമയത്ത് താരിഖ് സിയെ ബോധ്യപ്പെടുത്തുക. പാകിസ്ഥാനോടൊപ്പം നിങ്ങൾ നിന്നാൽ നിങ്ങളൊരു ഇസ്ലാമിക സ്റ്റേറ്റ് ആയി മാറുകയുള്ളൂ, അതിന് ലോകത്ത് ആദരവോ വിലയോ കിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ ശരീഅത്ത് ഭരണവും കൊണ്ട് ഒന്നും നടന്നിട്ട് ഈ ലോകത്ത് വില കിട്ടില്ല. നിങ്ങൾ ആ സമയത്ത് മൊല്ലാക്കന്മാരുടെ അടിമയെ ആവുള്ളൂ അങ്ങനെ നടന്നാൽ എന്നൊക്കെ പറഞ്ഞ് അയാളെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ അത്രമാത്രം ധാരണയും വിവരമൊക്കെ ഉള്ള ആളാണ് അയാൾ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അനുരാഗ് ദിസനായകയുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധത്തിലാണ് നമ്മൾ ശ്രീലങ്കയിൽ. അപ്പോൾ BNPക്കും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും നേരത്തെ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും പൊതുശത്രുവായിരുന്നു. ഇപ്പോൾ ആ പൊതുശത്രു ഇല്ല അവിടെ. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഭിന്നത വന്നിരിക്കുന്നത്. രണ്ടുപേര് പൊതുശത്രു ഇല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അടി കൂടാനാണ് സാധ്യത. അവർ തമ്മിലുള്ള അകൽച്ചയും അടിയും കൂടും. ഹസീനയെ നമ്മളിപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന ഇന്നലെ ഒരു വീഡിയോയിൽ സംസാരിച്ചല്ലോ, ഇയാൾക്കാണ് ഉത്തരവാദിത്തം, യൂനുസിനാണ് ഈ ഒരുപാട് പേരെ വധിച്ചതിലൊക്കെ ഉത്തരവാദിത്തം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ ഇവർ UAEയുമായിട്ടൊക്കെ അവർ ചർച്ച നടത്തുന്നുണ്ട് ഷെയ്ഖ് ഹസീന. അപ്പോൾ ഷെയ്ഖ് ഹസീനയും ഏത് സമയവും ഇന്ത്യയിൽ നിന്ന് പോകാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ മറ്റേ താരിഖ് സിയ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പട്ടാളത്തെ അധികം ഇടപെടിയിക്കരുത്, പട്ടാളം പറയുന്നത് കേൾക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ അത്യാവശ്യം മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ വേണ്ടി വരും. അപ്പോൾ മാത്രമല്ല പട്ടാളം മറ്റേ തമ്മിലേ സംയുക്ത സൈനികാഭ്യാസമൊക്കെ ബംഗ്ലാദേശുമായിട്ട് മുമ്പ് നടക്കാറുണ്ടല്ലോ, അതൊക്കെ പുനരുജ്ജീവിപ്പിക്കുക, അങ്ങനെ പട്ടാളത്തിനെയുമൊക്കെ കൂടെ കൊണ്ടു നടക്കുക. അങ്ങനെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ താൽക്കാലികമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.